3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്തുകൊണ്ട് UPI യൂസ് ചെയ്യുന്നത് നിർത്തി. രണ്ടാമത്തെ കാര്യം, എനിക്ക് എന്തെല്ലാം ചേഞ്ചസ് ആണ് പേഴ്സണലി വന്നിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, ഞാൻ ഇനി ഫ്യൂച്ചറിൽ UPI യൂസ് ചെയ്യും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ അകത്ത് നിന്ന്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം പറയാം, ഞാൻ എന്തുകൊണ്ടാണ് UPI സ്റ്റോപ്പ് ചെയ്തത്. ഈ UPI പേയ്മെൻറ്റിന് നമ്മൾ വിചാരിക്കാത്തൊരു ബാഡ് സൈഡ് ഉണ്ട്. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് പറയുന്ന പോലെ തന്നെ UPI നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. നമ്മൾ കാണുമ്പോൾ എന്താണ്, ഭയങ്കര സിമ്പിളാണ്, പൈസ അയച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്, നമ്മൾ ഫിസിക്കലി ക്യാഷ് കയ്യിൽ വെക്കണ്ട, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈസി ആയിട്ട് എല്ലാ സ്ഥലത്തും മാനേജ് ചെയ്യാം. മേ ബി പേഴ്സൊക്കെ കളഞ്ഞു പോവുകയാണെങ്കിൽ പൈസ നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഇനി മൊബൈൽ കളഞ്ഞു പോയാലും ഒരാൾക്കും നമ്മളെ പൈസ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, പാസ്വേഡും കോഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാം കൊണ്ടും സേഫ് അല്ലേ, നമ്മളിങ്ങനെ ക്യാരി ചെയ്യണ്ട. പക്ഷേ ഇതിൻ്റെ ബാഡ് സൈഡ് എനിക്ക് ഈ അടുത്താണ് മനസ്സിലായത്. അതായത് നമ്മൾ പണ്ട് പേഴ്സിൽ പൈസ വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് എടുത്ത് പൈസ ചിലവാക്കിയിരുന്ന നമ്മൾ ഇപ്പം ഫോണിൽ ഒരു മെസ്സേജ് അയക്കുന്നത് പോലെയാണ് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൈസയുമായിട്ടുള്ള ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ കണക്ഷനാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. നമ്മളൊരു 2000 ഒരു ഷോപ്പിൽ കയറി പർച്ചേസ് ചെയ്തിട്ട് അത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ടാണ് അത് കൊടുക്കുന്നതെങ്കിൽ ആ 2000 നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രെയിനിൽ കുറച്ച് കാര്യങ്ങൾ നടക്കും. ആ 2000 നമ്മുടെ കയ്യിൽ നിന്ന് പോയല്ലോ, ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, 2000 ഞാൻ സ്പെൻഡ് ചെയ്തല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഒരാൾ വന്നിട്ട് ഒരു 1 lakh നമുക്ക് തരികയാണ്, ഒരു 1 lakhൻ്റെ നോട്ട് കെട്ട് നമുക്ക് തന്നാൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് സൈഡ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് വരും. അത് വരണം, എന്നാലേ നമ്മൾ സ്പെൻഡിങ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസ മുഴുവൻ നമ്മൾ ചിലവാക്കി കഴിയും, അല്ലാതെ നമുക്ക് സേവിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നത് പോലെ പൈസ എങ്ങനെ സെൻഡ് ചെയ്യാൻ തുടങ്ങി. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, പൈസ ടൈപ്പ് ചെയ്യുന്നു, കോഡ് ടൈപ്പ് ചെയ്യുന്നു, പൈസ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ UPI കമ്പനികൾ നമ്മളെ വീണ്ടും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിപ്പം കോഡ്ലെസ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, പൈസ അയക്കാം. നമുക്ക് കോഡും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു പൈസ വാലറ്റിലേക്ക് ഇട്ട് വെച്ചാൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ അല്ലെങ്കിൽ സ്കാൻ ചെയ്താൽ അപ്പോൾ തന്നെ പൈസ അയച്ചു കൊടുക്കാൻ പറ്റും. 500 വരെയോ 1000 വരെയോ ഒക്കെ ഓരോ UPI പ്രൊവൈഡേഴ്സും ചെയ്യുന്നുണ്ട്. ഇവർ നമ്മളെ മാക്സിമം ഇങ്ങനെ എന്തിനായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പം 1000 രൂപ ഒരു ഷോപ്പിങ്ങിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, 1000 രൂപ അയച്ചു കൊടുത്തു. നമ്മളെ ബാങ്കിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കുന്നില്ല, UPIക്ക് നമ്മൾ പൈസ ഒന്നും കൊടുക്കുന്നില്ല, നമ്മൾ സാധനം വാങ്ങിച്ചതിൻ്റെ പൈസ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടും ഈ UPI കമ്പനീസൊക്കെ എന്തിനാണ് നമുക്കിങ്ങനെ റിവാർഡ് തരുന്നത്? എന്തിനാണ് അവർ നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും ഓഫർ തരുന്നത്? അതെപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അവർ നമ്മളെ വീണ്ടും 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 ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ സ്പെൻഡ് ചെയ്താലാണ് അവർക്ക് പ്രോഫിറ്റ് കൂടുതലായിട്ട് കിട്ടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ റീചാർജ് ചെയ്യുന്നു, റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അപ്പോൾ തന്നെ ഒരു 2 രൂപ 3 രൂപയൊക്കെ ക്യാഷ് ബാക്ക് കിട്ടും. ഇനി അപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ വേറൊരു കൂപ്പൺ തരും നെക്സ്റ്റ് റീചാർജ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന സമയത്ത്. അവിടെ ഒരു ഹുക്ക് അവരിട്ട് വെക്കുകയാണ്. നമ്മൾ ഓരോ തവണ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഗൂഗിൾ പേയിൽ നമ്മൾ ഒരാൾക്ക് 500 രൂപ അയച്ചു കൊടുക്കുന്നു, അപ്പോൾ തന്നെ നമുക്കൊരു കൂപ്പൺ കിട്ടും. അത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഫർ ഉണ്ടാവും, അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ഉണ്ടാവും. ഓരോ തവണയും നമ്മളെ അവിടെ ഇങ്ങനെ ഹുക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ UPIക്കാർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ UPI യൂസ് ചെയ്തിട്ട് ഒരു എയർടെൽ റീചാർജ് ചെയ്യുന്നു, ഒരു 200 റുപ്പീസിൻ്റെ റീചാർജ് അല്ലെങ്കിൽ 199 റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മോൾ പെർസെൻറ്റേജ് ആ UPI ഗേറ്റ് വേക്കും കിട്ടും. ആ UPI ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നത് ഫോൺ പേ ആണെങ്കിൽ ചെറിയൊരു ശതമാനം ഫോൺ പേക്ക് കിട്ടും, അല്ലെങ്കിൽ ചെറിയൊരു ശതമാനം Paytmന് കിട്ടും. ഈ ചെറിയൊരു ശതമാനം നമ്മുടെ ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു 1 കോടി ആൾക്കാർ ഫോൺ പേയിൽ വെച്ചിട്ട് ഒരു മാസം ചെയ്യുകയാണെങ്കിൽ ആ ഒരു മാസം 1 രൂപ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ 1 കോടി രൂപ ഫോൺ പേക്ക് കിട്ടി. ഇനിയിപ്പോൾ ഒരു 50 പൈസ കിട്ടിയാൽ തന്നെ 50 ലക്ഷം കിട്ടി. പക്ഷെ 1 കോടിയൊന്നും അല്ല ഫോൺ പേൻ്റെ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയും പൈസ ഈ ഫോൺ പേ പോലത്തെ അല്ലെങ്കിൽ Paytm പോലത്തെ അല്ലെങ്കിൽ UPI കമ്പനികൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെടുത്തുനിന്നാണ്. നമ്മളെടുത്ത് അവർക്ക് കിട്ടണമെങ്കിൽ നമ്മളെ കൊണ്ട് കൂടുതൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഓക്കെ, റീചാർജ് ആയാലും ഇപ്പം നമ്മുടെ വൈഫൈ ബില്ലായാലും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലായാലും ഒക്കെ ഓക്കെ, നമുക്കത് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളത് ഫിസിക്കൽ ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ ഈ ഫിസിക്കൽ ഒരു ഷോപ്പിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ UPI യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഈ ക്യാഷുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് എൻ്റെ സ്പെൻഡിങ് കൂടി. ഞാൻ പണ്ട് ചിലവാക്കുന്നതിനേക്കാട്ട് കൂടുതൽ പൈസ ഇപ്പോൾ ചിലവാക്കുന്നുണ്ട്. കാരണം ഞാനത് അറിയുന്നില്ല. അത് യൂസ് ചെയ്ത് ഇപ്പം ഞാൻ ഓൺലൈൻ ആണെങ്കിലും ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും. ചിലപ്പോൾ എനിക്ക് വേണ്ട സാധനമായിരിക്കും, അല്ലെങ്കിൽ വേണ്ടാത്തൊരു സാധനമായിരിക്കും. ഞാൻ കാണുന്നു, ഓക്കെ റീസണബിൾ പ്രൈസാണ്, അപ്പം അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ ഇത് വാങ്ങിക്കാം, ഫ്രീ ഡെലിവറി ആണല്ലോ. അത് ഇല്ലെങ്കിലും എൻ്റെ ലൈഫിനൊരു പ്രോബ്ലം വരില്ല.
പക്ഷെ എന്നാലും ഓക്കെ അത് വാങ്ങിക്കാം. കാരണം ഒരു മെസ്സേജ് അയക്കുന്ന പോലെ അത്രയ്ക്കും ഈസിയാണ് ഷോപ്പിങ്ങിൽ. നമ്മൾ UPI പേയ്മെൻറ്റും എല്ലാ കാര്യവും അവിടെ ഫീഡാണ്. ജസ്റ്റ് ഒരു 3 ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്തേക്ക് തന്നെ നമുക്കത് ഓർഡർ ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ഈസി ആയിട്ട് ഇവരിങ്ങനെ കീപ്പ് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് കൂടുതൽ ഇതിങ്ങനെ സ്പെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ളൊരു ബാഡ് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൽ എനിക്ക് ട്രാക്കിങ് നഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരുടെയും ബ്രെയിനിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പം നമ്മുടെ പാസ്ബുക്ക് നോക്കാതെ തന്നെ നമുക്കറിയാലോ നമ്മൾ എത്ര പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു വീക്കിൽ, കഴിഞ്ഞൊരു മാസം. അപ്പോൾ ആ ഒരു ട്രാക്കിങ് എനിക്ക് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അതിപ്പം ചിന്തിച്ച സമയത്താണ് ഓക്കെ ഇതെനിക്ക് നഷ്ടപ്പെട്ടിട്ട് കുറേ കാലമായി എന്ന് മനസ്സിലായത്. അതിനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കയ്യിലൊരു 10,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഇനി വരാൻ പോകുന്ന 1 വീക്കിൽ ഞാൻ അതുകൊണ്ട് ഷോപ്പിംഗ് ചെയ്യും, ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ 10,000 രൂപയിൽ ഞാൻ മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല. മേ ബി ഞാനൊരു 2,000-3,000 ആയിരിക്കും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെല്ലാവരും മൈൻഡിലൊരു ബ്രെയിൻ കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ ഞാൻ ഇത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു 1 വീക്ക് കഴിയുന്ന സമയത്ത് ഓക്കെ കഴിഞ്ഞ ഒരു 1 വീക്ക് ഞാനൊരു 2,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ ബ്രെയിനിലുണ്ട് ഓക്കെ ഞാൻ 2,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് ഞാൻ ബാലൻസ് ചെക്ക് ചെയ്യാണ് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട്. അപ്പോഴാണ് മനസ്സിലാവുക ഞാൻ ഈ 2,000 അല്ല സ്പെൻഡ് ചെയ്തത്, ഞാൻ അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം എനിക്ക് ആ ഒരു ട്രാക്കിങ്, ഞാൻ എൻ്റെ പൈസ ഞാൻ തന്നെയാണ് ചിലവാക്കിയത്, വേറെ ആരും ചിലവാക്കിയിട്ടില്ല, ഞാൻ തന്നെയാണ് ആൾക്കാർക്ക് അയച്ചു കൊടുത്തത്. എന്നിട്ട് പോലും എനിക്ക് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ മെസ്സേജ് അയക്കുന്ന പോലെയാണല്ലോ ഓരോ സ്ഥലത്ത് കയറിയിട്ട് ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇതിന് പകരം ഞാൻ ഈ 10,000 രൂപ എൻ്റെ പേഴ്സിൽ വെച്ചിട്ടാണ് ചിലവാക്കുന്നതെങ്കിൽ ഓരോ തവണ ഒരു 500 എടുത്തിട്ട് ഞാനത് കൊടുക്കുന്ന സമയത്തും അതിൻ്റെ ബാക്കി വാങ്ങുന്ന സമയത്തും എനിക്ക് അവിടെ ഒരു റിയൽ ടൈം ട്രാക്കിംഗ് കിട്ടുന്നുണ്ട്. ഓക്കെ ഞാൻ ഈ പൈസ കൊടുത്തു, അപ്പോൾ എൻ്റെ അടുത്ത് ബാക്കി ഇത്ര ഉണ്ടാവും, ഇത് കൊടുത്തു ബാക്കി ഇത്ര ഉണ്ടാവും. ആ ഒരു റിയൽ ടൈം ട്രാക്കിംഗ് നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയി. കാരണം മുഴുവനായിട്ട് UPI പേയ്മെൻറ്റ് വരുമ്പോൾ കുറേ ഈസിയാണ്, ക്യാഷ് കരുതണ്ട, ക്യാഷ് കയ്യിൽ വെക്കണ്ട. അപ്പോൾ അതുകൊണ്ട് വന്ന ഒന്നാമത്തെ കാര്യം ഈ ബ്രെയിൻ ട്രാക്കിംഗ് പോയി. രണ്ടാമത്തെ കാര്യം നമുക്ക് സ്പെൻഡിങ് കൂടി. എൻ്റെ സ്പെൻഡിങ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നന്നായിട്ട് കൂടിയിട്ടുണ്ട്, വേണ്ട കാര്യങ്ങൾക്കായാലും വേണ്ടാത്ത കാര്യങ്ങൾക്കായാലും. ഈ ഒരു മൊമെൻറ്റിലാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് UPI പേയ്മെൻറ്റ് യൂസ് ചെയ്യേണ്ട, ക്യാഷ് മാത്രം യൂസ് ചെയ്താൽ മതി. ഫിസിക്കൽ ക്യാഷ് കയ്യിൽ വെക്കുന്നു, അത് യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഇത്ര കാലം ഇത് യൂസ് ചെയ്തുകൊണ്ട് മൊബൈൽ റീചാർജും ഇലക്ട്രിസിറ്റി ബില്ലും വൈഫൈ ബില്ലും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ആമസോൺ പേ ഞാൻ യൂസ് ചെയ്യുന്നതാണ്, നമ്മൾ ലാപ്ടോപ്പ് വെച്ചിട്ടായാലും ഈ പേയ്മെൻറ്റുകളൊക്കെ ചെയ്യാം. അപ്പോൾ മൊബൈലിനകത്ത് നിന്നും ഞാൻ എല്ലാ ആപ്പും ഡിലീറ്റ് ചെയ്തു. ഗൂഗിൾ പേ ഡിലീറ്റ് ചെയ്തു, ഫോൺ പേ ഡിലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഈ ആമസോണിൻ്റെ ഷോപ്പിംഗ് ആപ്പ് ഡിലീറ്റ് ചെയ്തു. കാരണം അതിൻ്റെ അകത്താണ് ആമസോൺ പേ ഉള്ളത്. ഈ ആമസോൺ ഡിലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടും ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഈ ആപ്പുകളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മാസത്തിൽ ഞാൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നേരെ ATM പോയി ഒരു 5,000 എടുത്തിട്ട് എൻ്റെ പേഴ്സിൽ വെച്ചു. കാരണം എനിക്ക് സ്പെൻഡ് ചെയ്യണമെങ്കിൽ പൈസ വേണമല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഫോൺ എടുത്തിട്ടുണ്ടോ എന്ന് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓക്കെ ആ പേഴ്സും കൂടെ എടുത്തിട്ടുണ്ടോ, ആ ഒരു ഇതും കൂടെ വന്നു. കാരണം ഫോൺ എടുത്താൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു മൈൻഡ് മാറി. ഓക്കെ ഇനി പേഴ്സും കൂടെ വേണം. അത് കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയിൽ എനിക്കിപ്പോൾ നല്ല ട്രാക്കിംഗ് ഉണ്ട്. കാരണം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എനിക്കറിയാം. ഞാൻ ഓരോ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാനത് കൊടുക്കുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ ഇത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ പണ്ടെപ്പോഴോ നഷ്ടപ്പെട്ട എന്തോ ഒന്ന് തിരിച്ചു കിട്ടിയ പോലെ. കാരണം ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും എൻ്റെ പേഴ്സ് തന്നെ ഒരു 5,000 രൂപ ഒരുമിച്ച് കാണുന്നത്. ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് എൻ്റെ ഓവർ സ്പെൻഡിങ് കുറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഓൺലൈൻ സൈറ്റിൽ കയറി ഇരുന്നിട്ട് 100-300 രൂപയുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണ്ടതോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ 2 ആഴ്ച കൂടുന്ന സമയത്ത് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഓർഡർ ചെയ്യായിരുന്നു, അത് കുറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്തോ പൈസ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫീലിംഗ് തിരിച്ചു കിട്ടിയോണ്ട് തന്നെ എനിക്ക് എത്ര സ്പെൻഡ് ചെയ്യുന്നത് കറക്റ്റ് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വീക്കിൽ ഇത്ര സ്പെൻഡ് ചെയ്യാം, അടുത്ത വീക്കിൽ ഇത്ര സ്പെൻഡ് ചെയ്യാം, ബാക്കി ഇത്ര കയ്യിലുണ്ടാവും, ആ ഒരു തോട്ടും കൂടെ വന്നു. പണ്ടെപ്പോഴോ നഷ്ടപ്പെട്ടതാണ്, അതിപ്പം വീണ്ടും തിരിച്ചു വന്ന പോലെയുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ ഞാനിത് യൂസിങ് നിർത്തിയത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിപ്പം നമ്മൾ ടൈം മാനേജ്മെൻ്റ് ആയാലും മണി മാനേജ്മെൻ്റ് ആയാലും ഇമോഷണലി ആ ഒരു അറ്റാച്ച്മെൻ്റ് ആയാലും എല്ലാത്തിലും എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു 1 മന്ത് ഞാൻ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത് വഴി എനിക്ക് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അത് എൻ്റെ എക്സ്പെൻസിലായാലും എൻ്റെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിലായാലും ഞാൻ ഫോൺ യൂസ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഫ്യൂച്ചറിലേക്ക് ഈ UPI പേയ്മെൻറ്റ് അമിതമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നില്ല. ബിൽ പേയ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആമസോൺ പേ ലാപ്ടോപ്പ് വഴി യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഒരു സിറ്റുവേഷൻ വരുവാണ്
നമുക്ക് അക്കൗണ്ട് വഴി മാത്രമേ പൈസ അയക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫോണിൽ ബാങ്ക് ആപ്സ് കീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ സാലറി വരുന്നതൊക്കെ നോക്കാനും ട്രാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ബാങ്ക് ആപ്സ് അതിലുണ്ട്. അപ്പോൾ ആ ഒരു അവസരങ്ങളിൽ മാത്രം യൂസ് ചെയ്യാൻ ബാങ്ക് ആപ്സ് ഉള്ളത് കൊണ്ടും വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഇനി പോകാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഫ്യൂച്ചറിലൊരു സിറ്റുവേഷൻ വരുവാണ്, ഇന്ത്യയിൽ ക്യാഷ് എവിടെയും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, UPI പേയ്മെൻറ്റ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഈ തീരുമാനം അന്ന് മാറ്റാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്.